നമസ്തേ. ഇന്ന് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് കുറേ സാധനങ്ങൾ കയറ്റി അയക്കണം. ഇവിടെ നിന്ന് ചെറിയൊരു മാറ്റം തിരിച്ചു വരും കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഇതേ വണ്ടി വന്നിട്ടുണ്ട്. കുറേ പെട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ അതേ ഇവന്മാർ കയറ്റി കൊണ്ടുപോകും. ഉമ്മാർ കയറ്റി ഞങ്ങൾക്ക് അവിടെ എത്തിക്കും. ട്രാൻസ് വേൾഡ് എന്ന് പറഞ്ഞ ടീമുകളാണ് വന്നേക്കണേ. അവന്മാർ വന്ന് പെട്ടികളൊക്കെ നമ്പറൊക്കെ ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. അവന്മാരകത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം പെട്ടിയിൽ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പെട്ടി ഇങ്ങനെ കെട്ടി 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 വെച്ചൊക്കെയാണ് കണ്ട്. അപ്പോൾ ഇത് ടിവിയും സാധനങ്ങളൊക്കെ ഇതിലൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. ഉണ്ട് ഇങ്ങനെ പെട്ടികൾ ഇങ്ങനെ ഞങ്ങൾ കെട്ടി കെട്ടി വെച്ചൊക്കെയാണ്. വമ്പന്മാർ പെട്ടികൾ. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ബോയ്സിനെയൊക്കെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകണം മാത്രം. അവരെ ഞങ്ങൾ പെട്ടിയിലാക്കി വിടാം കേട്ടോ. അതെ അതെ ഞങ്ങളിങ്ങനെ കുറേ കാർട്ടൺ ബോക്സുകൾ വാങ്ങിയിട്ട് ഞങ്ങളതിൽ കയറ്റി കൊണ്ടുവന്നു. ഇത് കാർട്ടൻ്റെ സൈസ് ഇങ്ങനെയാണ്. ഇതാണ് ലാർജ് ടീച്ചേഴ്സ് ബോക്സ് എന്ന് പറഞ്ഞ സാധനമാണ് മേടിച്ചത്. ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. നല്ല സ്ട്രോങ് ബോക്സാണ് കേട്ടോ. അത് പൊതുവെ കിട്ടുന്നത് ബണ്ണിങ്സ് എന്ന് പറഞ്ഞ കടയിലാണ്, ഹാർഡ്വെയർ ഷോപ്പിലാണ്. അവിടെ നമുക്ക് ഏകദേശം $6 വിലയുണ്ട്. $6 എന്ന് പറഞ്ഞാൽ ഒരു 300-300 ചില്ലാൻ രൂപ ഇന്ത്യൻ മണിക്ക് വിലയുള്ള സാധനമാണ്. ആ ബോക്സിൽ ഞങ്ങൾ നന്നായിട്ട് പാക്കൊക്കെ ചെയ്ത് വെച്ചു. അവരൊന്ന് പാക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കാശ് അതിനനുസരിച്ച് നല്ല മാറ്റം വരും. പാക്കിംഗ് ചാർജ് ഭയങ്കരമായിട്ട് വരും. ഉണ്ട് ബോക്സുകൾക്ക് നമ്പർ 22, 23 അങ്ങനെ ഞങ്ങളിങ്ങനെ നമ്പറുകളിട്ട് വെച്ചിട്ടുണ്ട്. 21 പിന്നെ ബോക്സിൻ്റെ പുറത്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എഴുതി വെച്ചിട്ട് നമ്പറിട്ട് ഫ്രജൈലിൻ്റെ സാധനങ്ങളുണ്ട്. ചില അടുക്കളയിലെ പൊട്ടുന്ന ഗ്ലാസും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ എഴുതിയിട്ട് ഞാൻ ഒരു എക്സ്ട്രാ സ്റ്റിക്കർ ഒട്ടിക്കും. അതൊക്കെ ഒട്ടിച്ച് അവരങ്ങ് കയറ്റി കൊണ്ടുപോകും. കണ്ടോ? You should. You're 100. Thank you. Okay. You're 126. I'm gonna start loading. അപ്പം ഞങ്ങളിതൊക്കെ കയറ്റും കേട്ടോ. അത് ഈ വണ്ടിയിലാവൻ വന്ന് എല്ലാം കയറ്റാണ്ട്. അപ്പം ഞാൻ കയറ്റി കൊണ്ടുപോട്ടെ. അപ്പോൾ ഓക്കെ. പിന്നെ അപ്പം നിങ്ങളും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് നടത്തുമ്പോൾ ഇതുപോലെ ബോക്സിലൊക്കെ ആക്കി പേരൊക്കെ എഴുതിയുണ്ട്. ഇതിൻ്റെ പുറത്തൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു. വീണ്ടും കാണും വരെ വണക്കം. ഇത് ആദ്യ ബോക്സ് കയറ്റണവൻ കൂളായിട്ട് കൊണ്ടുപോയി കയറ്റുന്നുണ്ട്. കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകണം. കടിയന്മാരാണ് വെച്ചിട്ടൊരു ഉണ്ട്. ഓക്കെ. അപ്പോൾ അവന്മാർ തന്നെ കയറ്റിക്കോളും കേട്ടോ. അതെ അപ്പോൾ ഞങ്ങൾ അയക്കുന്ന കമ്പനിയാണ് ഇവൻ. അപ്പോൾ ഇവന്മാർ അവിടെ ഞങ്ങൾക്ക് ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വീട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് എത്തിക്കും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുന്നു. നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ വളരെ പതുക്കെ പോകുന്നുള്ളൂ. ഇത് 2 മാസമൊക്കെ എത്തും. അവിടെ എത്തുമ്പോഴേക്കും ഷിപ്പിലൊക്കെ കയറി അവർ ചുറ്റിക്കറങ്ങി ഒക്കെ വന്ന് അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. October 4th, 2024. അപ്പോൾ ഞങ്ങളുടെ മുന്നത്തെ വൈഫ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇതേ കണ്ടോ. എവിടെ ഉണ്ട് കേട്ടോ. ഒരു കാണുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഏകദേശം ഒരു 200 മീറ്റർ ദൂരം അത്രേ ഉള്ളൂ. ഉണ്ടോ. അപ്പോൾ അതാണ് പാംസ്റ്റൺ നോർത്ത് ഹോസ്പിറ്റൽ. ഇപ്പോൾ ആൾക്കാരിങ്ങനെ കൊണ്ടുവന്ന് വണ്ടികളൊക്കെ ഞങ്ങളുടെ പടിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്യണേ. അകത്ത് പാർക്ക് ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കണമല്ലോ. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പടിക്കുള്ള റൂട്ടിൽ ഇങ്ങനെ
അങ്ങ് അറ്റം വരെ പാർക്ക് ചെയ്യും. ഉണ്ടോ, അങ്ങ് അറ്റം വരെ ഉണ്ട് കാറുകൾ ഇങ്ങനെ കിടക്കണേ. അവിടെ അങ്ങ് പോവാണ്, അറ്റത്തേക്ക് അങ്ങ് കാർ പാർക്ക് ചെയ്ത് പോവാണ്. കാരണം അകത്ത് പോകണമെങ്കിൽ പാർക്കിംഗ് കാശ് കൊടുക്കണം. അത് ലാഭിക്കാൻ വേണ്ടി റോട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഒരു കയറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ എന്നാൽ കേട്ടോ. താങ്ക് യു ബൈ.